ദക്ഷിണേന്ത്യ ബി.ജെ.പിക്ക് എന്നും ഒരു കിട്ടാക്കനിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവസ്ഥയിൽ മാറ്റമുണ്ടാവില്ലെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം വന്നിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പ്രഖ്യാപനം ചെറുതല്ലാത്ത ഭൂകമ്പമാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ സൃഷ്ടിച്ചത്. എൻ.ഡി.എ സഖ്യത്തിനുള്ളിലെ സീറ്റ് വിഭജനത്തിൽ എ.ഐ.എ.ഡി.എം.കെ സ്വീകരിച്ച നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയാണ് അദ്ദേഹം പിന്മാറിയത്. ഇത് സംബന്ധിച്ച് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് അണ്ണാമലൈ കത്തുമയച്ചു. സഖ്യകക്ഷിയായ എ.ഐ.എ.ഡി.എം.കെ ബി.ജെ.പിക്ക് അനുവദിച്ച മണ്ഡലങ്ങളിൽ വലിയ വിജയസാധ്യതയില്ലെന്നും പാർട്ടിയെ തളർത്തുന്ന രീതിയിലാണ് സീറ്റ് വിഭജനം നടന്നതെന്നുമാണ് കത്തിലെ പ്രധാന ആരോപണം. ആകെ 234 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ 169 സീറ്റുകളിലാണ് എ.ഐ.എ.ഡി.എം.കെ മത്സരിക്കുന്നത്. ബി.ജെ.പിക്ക് 27 സീറ്റുകൾ മാത്രമാണ് സഖ്യത്തിൽ അനുവദിച്ചിട്ടുള്ളത്. പി.എം.കെ 18 സീറ്റിലും എം.എം.കെ 11 സീറ്റിലും മത്സരിക്കും. എന്നാൽ സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി ബി.ജെ.പിക്ക് സ്വാധീനമുള്ള പടിഞ്ഞാറൻ മേഖലയിലെ മണ്ഡലങ്ങൾ വിട്ടുനൽകാൻ എ.ഐ.എ.ഡി.എം.കെ തയ്യാറാകാത്തതാണ് തർക്കത്തിന് കാരണമായത്. പ്രത്യേകിച്ച് കിനാത്തുകടവ് സീറ്റ് ബി.ജെ.പിക്ക് നൽകാതെ എ.ഐ.എ.ഡി.എം.കെ തന്നെ കൈവശം വെച്ചു. ബി.ജെ.പിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഇത്തരം സുപ്രധാന മണ്ഡലങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ഗുണകരമാകില്ലെന്നാണ് അണ്ണാമലയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച അണ്ണാമലയ്ക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ IPS പശ്ചാത്തലവും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് നിയമസഭയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പാർട്ടി കരുതിയിരുന്നു. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ പ്രാവീണ്യം അണ്ണാമലയെ ഒരു ദേശീയ മുഖമായി ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പിക്ക് സഹായകരമായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറുന്നത് ബി.ജെ.പിയുടെ വിജയ സാധ്യതകളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമാണ്. നിലവിൽ M.R. ഗാന്ധി, നാഗേന്ദ്ര നൈനാർ, വനതി ശ്രീനിവാസൻ, C. സരസ്വതി എന്നിങ്ങനെ 4 MLA-മാരാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കുള്ളത്. ഇവരുടെ മണ്ഡലങ്ങളിലടക്കം ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പുതിയ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മാത്രമേ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയൂന്നുമാണ് അണ്ണാമലൈ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ എ.ഐ.എ.ഡി.എം.കെ നേതാവ് എടപ്പാടി പളനിസ്വാമി പറയുന്നത് സീറ്റ് വിഭജനം പൂർണ്ണമായും സൗഹാർദ്ദപരമായാണ് നടന്നതെന്നാണ്. സഖ്യത്തിലെ വലിയ കക്ഷിയെന്ന നിലയിൽ അർഹമായ പ്രാധാന്യം തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് എ.ഐ.എ.ഡി.എം.കെ. ജയലളിതയുടെ മരണശേഷം എ.ഐ.എ.ഡി.എം.കെ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് തമിഴ്നാട്ടിൽ പ്രധാന പ്രതിപക്ഷമാകാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഇതിനായി അണ്ണാമലയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പദയാത്രകളും റാലികളും നടത്തിയിരുന്നു. ഗവർണർ N. രവിയും സ്റ്റാലിൻ സർക്കാരും തമ്മിലുണ്ടായ ഭരണഘടനാപരമായ തർക്കങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും ബി.ജെ.പി പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ തർക്കം പാർട്ടിയുടെ കെട്ടുറപ്പിനെയാണ് ബാധിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 23, 29 തീയതികളിൽ ജനങ്ങൾ വിധിയെഴുതും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. അണ്ണാമലയുടെ പിന്മാറ്റം ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാക്കുമോ അതോ പ്രവർത്തകർക്കിടയിൽ പുതിയൊരു ആവേശം സൃഷ്ടിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിൽ നിന്ന് വ്യക്തമാകും. ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര നേതാക്കൾ അണ്ണാമലയുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എ.ഐ.എ.ഡി.എം.കെ ഇതുവരെ തയ്യാറായിട്ടില്ല. ശശികലയെ പോലെയുള്ള നേതാക്കളുടെ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. അണ്ണാമലയെ മുന്നോട്ട് വെച്ച പരാതികൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നത് ബി.ജെ.പിയുടെ തമിഴ്നാട് ഘടകത്തിൽ വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചേക്കാം.